ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഉണ്ണിയപ്പ പരീക്ഷണമായിട്ടാണ്. അപ്പോൾ ഇതൊരു 4 മണിക്കൂർ കുതിർത്ത പച്ചരിയാണ്. എൻ്റെ അളവ് ഗ്ലാസ്സിന് ഇത് ഏകദേശം ഒരു 4 ഗ്ലാസ്സോളം പച്ചരിയുണ്ട്. പിന്നെ ഏകദേശം ഒരു 2 ഉണ്ട ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു ഉണ്ട ഞാൻ ഏകദേശം അത് ചീകിയൊക്കെ ഇട്ടു. രണ്ടാമത്തെ ആയപ്പോഴത്തേക്ക് എനിക്ക് മടിയായി, അതുകൊണ്ട് മുഴുവനോടെ തന്നെ ഇട്ടാണ് ഞാനിത് ശർക്കര പാനിയാവുന്നത്. പാനിയാക്കാൻ തുടങ്ങിയ ശേഷമാണ് എനിക്ക് മനസ്സിലായത് അത് ചീകി ഇടുവാണെങ്കിൽ കുറച്ചും കൂടെ ക്യുക്കായിട്ട് അത് മെൽറ്റായിട്ട് കിട്ടിയനെയായിരുന്നെന്ന്. അപ്പോൾ കുറച്ച് സമയം എടുത്തിട്ടായാലും എങ്ങനെയായത് ഫൈനലി മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം കുറച്ചതിൻ്റെ ആ ചൂടൊന്ന് മാറണം. കാരണം നമുക്കിത് കൂട്ടിയാണ് നമ്മൾ പച്ചരി അരച്ചെടുക്കുന്നത്. അപ്പം ഇത്ര വലിയ ചൂടോടുകൂടി നമുക്കത് അരയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ നമ്മൾ ഫൈനലി അരിയൊക്കെ കഴുകി വാരി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. മിക്സിയിലേക്ക് ഇട്ടു. നമ്മുടെ എന്താ പറയുക, ശർക്കര പാനി നമ്മൾ കുറച്ചും കൂടി തണുത്ത് വരാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ശർക്കര പാനി ഒഴിച്ച് പിന്നെ കുറച്ച് പഴവും കൂടി ഇട്ടിട്ട് നമ്മൾ നല്ല രീതിയിൽ മിക്സിയിൽ അരച്ചെടുത്തു. ഇത് പിന്നെ ഫ്രോസൺ തേങ്ങയാണ്. നമ്മളിത് റൂം ടെമ്പറേച്ചറിലാക്കാൻ വേണ്ടിയിട്ട് നേരത്തെ പുറത്തെടുത്ത് വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ അതിനുശേഷം ഞാനത് ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുത്തു. പിന്നെ നെയ്യിൽ വറുത്ത് കോരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു പാകത്തിൽ ഞാനത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തു. പിന്നെ നെയ്യ് ചൂടായപ്പോഴത്തേക്കും നമ്മൾ അതിനകത്തേക്ക് തേങ്ങാക്കൊത്തുകളെല്ലാം ഇട്ട് നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുത്തു. ഇതിൻ്റെ ഇടയ്ക്കൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. നമ്മൾ മാവ് അരച്ച് വെച്ചിട്ട് ഏകദേശം ഒരു 4 അല്ലെങ്കിൽ 5 മണിക്കൂറോളം ഇത് പുളിക്കാൻ വെക്കണം. നമ്മുടെ ടെമ്പറേച്ചർ അനുസരിച്ച്, കാരണം ചൂടുകാലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 3 അല്ലെങ്കിൽ 4 മണിക്കൂറൊക്കെ വെച്ചാൽ മതിയാവും. ഇനിയിപ്പോൾ തണുപ്പ് കാലമാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നേരം നമ്മളത് പുളിക്കാൻ വെക്കണം. എങ്കിലേ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ വരുള്ളൂ. നമ്മളത് എടുത്ത് കഴിയുമ്പോൾ കുറച്ചൊന്ന് കുറുകിയിരിക്കും. നമുക്ക് വേണ്ട വെള്ളം പിന്നീട് ആഡ് ചെയ്തിട്ട് നമ്മൾ തേങ്ങയൊക്കെ വറുത്തതിലിട്ടിട്ട് നമുക്ക് അപ്പം ചൂടാം.
അപ്പം ഇന്നത്തെ ഉണ്ണിയപ്പത്തിൻ്റെ വിശേഷം ഇത്രയേ ഉള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.